ഈ കഴിഞ്ഞ 15-ാം തീയതി കേരളത്തെ ഞെട്ടിച്ച് ഒരു റിസൾട്ട് പുറത്തു വന്നു. നമ്മുടെ SSLC സുഹൃത്തുക്കളുടെ റിസൾട്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് A+ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലധികം വിദ്യാർത്ഥികൾക്ക് A+ കിട്ടാതെ പോയുള്ള ഒരു വർഷമാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും SSLC ഫുൾ A+ കുറഞ്ഞ വർഷമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഞെട്ടിച്ചൊരു റിസൾട്ട് കൂടിയാണ്. ഏകദേശം 30,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം, അതായത് 2024-25 അക്കാദമിക് ഇയറിൽ 61,000 ഫുൾ A+ കിട്ടിയ സാഹചര്യത്തിൽ ഈ വർഷം അത് 30,000-ലേക്ക് ചുരുങ്ങി. ഏകദേശം ഹാഫായിട്ട് കുറഞ്ഞു, പകുതിയായിട്ട് കുറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്നും മൊത്തത്തിൽ ഷോക്കായി പോയി, എന്താ ഇത്രത്തോളം ഭയങ്കര ഒരു കുറവ് എന്നുള്ളത്. അതൊന്ന് വാല്യുവേഷൻ ഡൈറ്റായി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ ഒന്ന് മാറി, പിന്നെ മാത്രമല്ല ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പുതിയ മാറിയിട്ടുള്ളൊരു വർഷമൊക്കെ ആയിരുന്നു. അതൊക്കെ പോട്ടെ, പക്ഷേ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഈ ഫുൾ A+ൻ്റെ കൗണ്ട് മാത്രമൊന്നുമല്ല കേട്ടോ കുറഞ്ഞത്. ഫുൾ A+നോട് ആനുപാതികമായിട്ട് തന്നെ 9A+ൻ്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, 8A+ൻ്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, 7A+ൻ്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്, 5A+ൻ്റെ കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മളെന്തിനാ, നമ്മൾ 9ാം ക്ലാസ്സിലല്ലേ, അല്ലെങ്കിൽ ഞാൻ 8ാം ക്ലാസ്സിലല്ലേ, അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതേപോലെ ഒരു കുറവ് എവിടെയും വന്നിട്ടുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിലും 9ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. കാരണം എന്താ, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പബ്ലിക് ആക്കുന്ന പോലെ ഭയങ്കര സംഭവാത്മകമായിട്ട് 8ാം ക്ലാസ്സിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് എവിടെയും പബ്ലിക് ആക്കുന്നില്ല. അത് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും ഏകദേശം ഇതേപോലെ ആയിരിക്കും. അതങ്ങനെ പബ്ലിക് ആക്കാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ആരും അറിയില്ലല്ലോ. പക്ഷേ ശരിക്കും അവിടെയും ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, മെല്ലെ മെല്ലെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ പണി പാളും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ് 9ാം ക്ലാസ് നമ്മൾ നൈസായിട്ട് കഴിച്ചിലായി പോകും. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ 10ാം ക്ലാസ്സിൽ റിസൾട്ട് പബ്ലിക് ആക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കൊടുക്കും, നമ്മൾ റിസൾട്ട് എല്ലാവരും അറിയും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമൊക്കെ വരും. പക്ഷേ ആ സങ്കടം അപ്പം ഉണ്ടാവാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മെല്ലെ മെല്ലെ കുഞ്ഞുമായിട്ട് പഠിച്ചു തുടങ്ങണം. അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ സൈലത്തിൻ്റെ യോദ്ധ ബാച്ചുകളും സൈലത്തിൻ്റെ നിഞ്ച ബാച്ചുകളൊക്കെ. സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചുണ്ട് 10ാം ക്ലാസ്സിൽ. ഇത്രയും ഭയങ്കര പ്രശ്നമായുള്ള റിസൾട്ട് വന്ന ഈ സമയത്തും സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഫുൾ A+, 9A+ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അടുത്ത വർഷം നിങ്ങൾക്കും നല്ലൊരു മാർക്കൊക്കെ കരസ്ഥമാക്കാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, മെല്ലെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ജോയിൻ ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. വളരെ വേഗത്തിൽ ജോയിൻ ചെയ്യുക. സൂപ്പറായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.